വളരെ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പ്. കേരള ചരിത്രത്തിലെ തന്നെ അത്യന്തം വാശിയേറിയ ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒന്നായി നമുക്ക് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ എണ്ണാം. അവസാന ദിവസമാകുമ്പോഴേക്ക്, ഇന്ന് പ്രചരണം അവസാനിക്കുകയാണ്, ഇന്ന് 6 മണിയോടുകൂടി അവസാന ദിവസമാകുമ്പോഴേക്ക് ഒരു ഫോട്ടോ ഫിനിഷിലാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയാം. പാലക്കാട് മുനിസിപ്പാലിറ്റിയും മാത്തൂർ, കണ്ണാടി, പിരായിരി പഞ്ചായത്തുകളാണ് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലുള്ളത്. അതിൽ മുനിസിപ്പാലിറ്റിയിൽ കൃത്യമായി ലീഡെടുക്കാൻ കഴിയുമെന്ന് BJP കരുതുമ്പോൾ പിരായിരിയിൽ ആ ലീഡിനെ മറികടക്കാൻ കഴിയുന്ന ലീഡിലേക്ക് വരാൻ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നുണ്ട്. അതേസമയം മാത്തൂരും കണ്ണാടിയും ഞങ്ങൾ ലീഡ് ചെയ്യും എന്ന ആത്മവിശ്വാസത്തിലാണ് CPM LDF ഉള്ളത്. ശക്തമായ ത്രികോണ മത്സരം ഇവിടെയുണ്ട്. ഇവിടെ അവസാന ദിവസത്തെ ഇഷ്യൂസ് ആണ് രതീഷനോട് ചോദിച്ചത്. അവസാന നിമിഷമാകുമ്പോഴേക്ക് ഇന്ന് ഏറ്റവും പ്രധാനമായും ചർച്ചയാവുന്നത് സാദിഖ് അലി തങ്ങൾക്കെതിരെ ഇന്നലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പരാമർശമാണ്. അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമി അനുയായിയാണ് എന്ന പരാമർശം കാര്യമായി മണ്ഡലത്തിൽ ചർച്ചയാക്കാൻ, പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങൾ കൂടുതലുള്ള മേഖലകളിൽ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട് UDF. SDPI ബന്ധമാണ്. SDPI പ്രവർത്തകർ UDFന് വേണ്ടി വോട്ട് തേടുന്നു എന്നുള്ളതാണ് BJP പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം സന്ദീപ് വാര്യരുടെ കളംമാറ്റം അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ട്. അത് വളരെ സജീവമായി, അതായത് ഹിന്ദുത്വ രാഷ്ട്രീയത്തെ കോൺഗ്രസ് ആശ്ലേഷിച്ചു എന്ന വിമർശനവുമായി LDFും ഈ കാര്യത്തിൽ ആ വിഷയങ്ങൾ ചർച്ചയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അവസാന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അവസാനത്തെ ദിവസം, വൈകാരികമായ വിഷയങ്ങൾ, സാമുദായികമായ വിഷയങ്ങളൊക്കെ വളരെ പ്രാമുഖ്യത്തോടു കൂടി മുമ്പോട്ട് വരുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്നോടൊപ്പം ശ്രീ G. പ്രസാദ് കുമാർ കൂടിയുണ്ട്. പ്രസാദ് വളരെ കാലം പാലക്കാട് ജോലി ചെയ്ത ആളാണ്. പ്രസാദ്, എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിലൊക്കെ പാലക്കാട് ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കൃത്യമായും നമുക്ക് ചില ധാരണകൾ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അങ്ങനെയുള്ള പ്രവചനങ്ങളെയൊക്കെ അപ്രസക്തമാക്കുന്ന വിധത്തിലുള്ള ഒരു മത്സരം അവസാന ലെഗായപ്പോഴേക്കും വന്നോ? തീർച്ചയായിട്ടും അഭിലാഷ്, ആദ്യമായിട്ടാണ് ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് നടക്കുന്നത്. മുൻപ് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് ഉപതെരഞ്ഞെടുപ്പ് ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വലിയ വാശിയേറിയ ഒരു തെരഞ്ഞെടുപ്പാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ബസ്, ഇവിടെയാണ് കൊട്ടിക്കലാശം. ഞാൻ കൊട്ടിക്കലാശം എങ്ങനെയൊക്കെയാണ് വരിക എന്ന് പറയാം. അപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇത് കൽമണ്ഡപത്ത് നിന്ന് ഇവിടുന്ന് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിൽ നിന്ന് കോയമ്പത്തൂരിലേക്ക് പോകുന്ന റോഡാണ്. ഈ റോഡിൽ നിന്നാണ് BJPയുടെ കൊട്ടിക്കലാശം വരുന്നത്. ആദ്യം തുടങ്ങുന്നത് BJPയാണ്. BJP തുടങ്ങുന്നത് മേലാമുറയിൽ നിന്നും വടക്കന്തറ, ചുണ്ണാമ്പത്ര, കൽപ്പാത്തി ബൈപ്പാസ് വഴിയാണ് ഈ റോഡിൽ, കൽമണ്ഡപം നിന്ന് ഈ റോഡിലൂടെ ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് ഈ ഭാഗത്തായിട്ട് BJPയുടെ നിൽക്കും. നമ്മൾ നേരെ അങ്ങോട്ട് തിരിച്ചു കഴിഞ്ഞാൽ അത് സുൽത്താൻപേട്ട റോഡാണ്. സുൽത്താൻപേട്ടയിൽ നിന്ന് കോയമ്പത്തൂരിലേക്കുള്ള റോഡാണ്. അവിടെ നിന്നാണ് CPMൻ്റെ കൊട്ടിക്കലാശ ജാഥ വരിക. അത് CPM വിക്ടോറിയ കോളേജിന് സമീപത്തു നിന്നും CPMൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസ്, ഹെഡ് പോസ്റ്റ് ഓഫീസ്, സുൽത്താൻപേട്ട വഴിയാണ് CPMൻ്റെ കൊട്ടിക്കലാശം വരിക. ആദ്യം BJP 1:30 മണിക്ക് തുടങ്ങും. CPM 3:30 മണിയോടെയാണ് ഏറ്റവും അടുത്ത് തുടങ്ങുന്നത്, അല്ലെങ്കിൽ ഏറ്റവും അവസാനം തുടങ്ങുന്നത്. ഇതാണ് ഈ റോഡാണ് IMA ജംഗ്ഷനിലേക്ക് പോകുന്ന റോഡ്. ഇവിടെ നിന്നാണ് കോൺഗ്രസിൻ്റെ UDFൻ്റെ കൊട്ടിക്കലാശം വരിക. UDF 2 മണിയോടുകൂടെ ഒലവക്കോട് നിന്നാണ് കൊട്ടിക്കലാശം ആരംഭിക്കുന്നത്. അവിടുന്ന് മേഴ്സി കോളേജ്, തിരുനെല്ലായി, അതുപോലെ തന്നെ KSRTC ബസ് സ്റ്റാൻഡ് വഴി IMA ജംഗ്ഷനിലൂടെയാണ് ഈ സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് എത്തുക. ഇവിടെ 3:30 മുതൽ ഇവിടെ ഇനി 3:30 ഇവിടെ ഈ ഭാഗം മൊത്തം പോലീസ് ബ്ലോക്കേജ്, വാഹനങ്ങൾ ഉണ്ടാവില്ല. ഈ ജംഗ്ഷനിൽ വെച്ചാണ് കൊട്ടിക്കലാശം ഉണ്ടാവുക. അഭിലാഷ് കുറച്ച് ദിവസമായി ചർച്ചകളിലെല്ലാം ജനങ്ങളുമായിട്ടും നേരിട്ട്, രാഷ്ട്രീയ നേതാക്കന്മാർ മാത്രമല്ല ജനങ്ങളുമായിട്ടും വലിയ രീതിയിലുള്ള സംവാദങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും വലിയൊരു ഇതുവരെ കേരളം കാണാത്തൊരു ഉപതെരഞ്ഞെടുപ്പ്, അത്തരത്തിലുള്ള ചർച്ചകൾ വരികയാണ്. അപ്പോൾ അഭിലാഷിന് തോന്നുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ CPM 3-ാം സ്ഥാനത്ത് എന്നുള്ള രീതിയിൽ, പക്ഷേ സരിൻ്റെ സ്ഥാനാർത്ഥിത്തോടെ അല്ലെങ്കിൽ 2-3 വിവാദങ്ങളോടെ സരിൻ വലിയ രീതിയിൽ മുന്നിലേക്ക് വരുന്നൊരു കാഴ്ചയുണ്ടായി. ഇപ്പോഴത്തെ ഒരു അവസ്ഥ അഭിലാഷിന് തോന്നുന്നു? തീർച്ചയായും ഇതൊരു ഫോട്ടോ ഫിനിഷിലേക്ക് എന്ന് ആണ് എനിക്ക് തോന്നുന്നത്. CPM ഉറപ്പിച്ച് പറയുന്നത് കഴിഞ്ഞ തവണത്തെ 36,400 നിന്ന് 40 കടക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്നുള്ളതാണ്. ഇന്നത്തെ ദ ഹിന്ദു ദിനപത്രം പ്രസാദ് ശ്രദ്ധിച്ചെങ്കിൽ സരിൻ്റെ, അതായത് ഇവിടുത്തെ എഡിഷനിൽ സരിൻ്റെ ഒരു പരസ്യം അതിനകത്ത് കാണാം കൃത്യമായി. അതായത് കൽപ്പാത്തി അടക്കമുള്ള മേഖലകളിൽ കൃത്യമായി, അതായത് CPM നേതാക്കൾ പറയുന്നത് മാതൃഭൂമി പത്രത്തിൽ 4 പേജ് പരസ്യം, മാതൃഭൂമി പത്രത്തിൽ സരിൻ തരംഗം എന്ന 4 പേജ് പരസ്യം CPMൻ്റെതായി വന്നിട്ടുണ്ട്. അപ്പോൾ CPM മുൻപ് ഉള്ളതുപോലെയല്ല, കൃഷ്ണദാസോ അല്ലെങ്കിൽ CP പ്രമോദോ മത്സരിച്ച പോലെയല്ല, CPM ഇവിടെ കട്ടയ്ക്ക് മത്സരിക്കാൻ തന്നെ, അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി തന്നെ ഇവിടെ രംഗത്തിറക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടെ ഇത്തവണത്തെ ഉണ്ട്. ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഫിൽട്ടർ കോഫി, ദ ഹിന്ദു ഒക്കെ ഈ തമിഴ് ബ്രാഹ്മണ സംസ്കാരവുമായി ചേർന്ന് വരുന്ന ഭാഗമാണല്ലോ. ഇത്തവണ കൽപ്പാത്തിയിൽ നിന്ന് ഞങ്ങൾ കാര്യമായ വോട്ട് സമ്പാദിക്കുമെന്ന് LDF പറയുന്നു. പോയിന്റ് നമ്പർ 1, ഷാഫിയുടെ ഒരു ഏരിയ ആയിരുന്നു കൽപ്പത്തി. യഥാർത്ഥത്തിൽ അവിടുത്തെ തമിഴ് ബ്രാഹ്മണർ കഴിഞ്ഞ തവണ കുറച്ച് വോട്ടുകൾ അവിടേക്ക് ശ്രീധരനിലേക്ക് ഷിഫ്റ്റ് ആയെങ്കിൽ പോയെങ്കിലും പരമ്പരാഗതമായ ഒരു UDF വോട്ട് കേന്ദ്രം BJPക്ക് പ്രതീക്ഷകളുടെ ഇടമാണ്. അവിടെ ഞങ്ങൾ കടന്നു കയറുമെന്ന് LDFന് ആത്മവിശ്വാസമുണ്ട്. കണ്ണാടി അവർക്ക് ഏറ്റവും സ്വാധീനമുള്ള പഞ്ചായത്താണ്. അപ്പോൾ കണ്ണാടി, മാത്തൂർ പോലെയുള്ള ഇടങ്ങളിൽ നല്ല സ്വാധീനം ചെലുത്താൻ കഴിയും എന്നുള്ളതാണ് അവിടെ LDFനെ സംബന്ധിച്ചുള്ള ആത്മവിശ്വാസം. അതേസമയം UDFനെ സംബന്ധിച്ച് UDF വിശ്വസിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇവിടുത്തെ ന്യൂനപക്ഷ വോട്ടുകൾ ഞങ്ങൾക്ക് അനുകൂലമാകും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ BJP വിജയിക്കാതിരിക്കാൻ
ബെറ്റർ കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് ഒരു വോട്ട് കേന്ദ്രീകരണം ഉണ്ടാകും എന്ന് കോൺഗ്രസ് ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു. ഒപ്പം ഈ സമീപകാല രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സർക്കാരിനെ കുറിച്ച് ഉയർന്ന സംഘപരിവാർ അനുകൂല സമീപനം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചർച്ചയാക്കി അങ്ങനെ ന്യൂനപക്ഷ വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം 23% ന്യൂനപക്ഷ വോട്ടുകളുള്ള മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളുള്ള മണ്ഡലമാണ് പാലക്കാട്. അപ്പോൾ വലിയ തോതിലുള്ള ന്യൂനപക്ഷ വോട്ട് കേന്ദ്രീകരണം ഉണ്ടാകും എന്ന് UDF പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. അതേസമയം തന്നെ ഈ വിഷയം തന്നെ കേന്ദ്രീകരിച്ച് എന്തുകൊണ്ടാണ് നിങ്ങൾ SDPIയുടെ വോട്ട് വേണ്ട എന്ന് പറയാത്തത് എന്ന ചോദ്യം അവിടെ കെ സുരേന്ദ്രൻ തുടർച്ചയായി ആവർത്തിച്ച് 2 വാർത്താ സമ്മേളനങ്ങൾ ഉന്നയിക്കുന്നത് നമ്മൾ കാണുകയുണ്ടായി. ഒപ്പം ഇവിടുത്തെ മുനിസിപ്പാലിറ്റി ഭരണത്തെ സംബന്ധിച്ചുള്ള ചില വിമർശനങ്ങൾ BJPയെ സംബന്ധിച്ച് തിരിച്ചടിയാണ്. അതേസമയം അവർ പറയുന്നത് ഞങ്ങൾക്ക് പ്രോപ്പറായി ഫണ്ട് കിട്ടുന്നില്ല എന്നുള്ളതാണ്. 13 കൊല്ലം ഷാഫി പറമ്പിൽ ഇവിടെ MLA ആയിരുന്നു. ആ വികസനം ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. അപ്പം മുനിസിപ്പാലിറ്റി ഭരണം, MLA എന്നുള്ള നിലയിലുള്ള ഷാഫി പറമ്പിലിന്റെ പെർഫോമൻസ്, മറ്റ് സാമുദായിക വിഷയങ്ങൾ, ഇതെല്ലാം ഇവിടുത്തെ വിഷയമാണ് എന്ന് കരുതുന്നു. അതിനൊപ്പം ഷാഫി പറമ്പിലിന്റെ കരിസ്മ ഇവിടെ തെരഞ്ഞെടുപ്പ് വിജയിക്കുന്നതിൽ UDFന് ഏറ്റവും അധികം സഹായകരമായ കാര്യങ്ങളിൽ ഒന്നായിരുന്നു. ഷാഫി രാഹുലിന് വേണ്ടി സ്വന്തം തെരഞ്ഞെടുപ്പ് എന്നതുപോലെ തന്നെ ആഞ്ഞിറങ്ങുന്നുണ്ട്. ഇങ്ങനെ പല ഘടകങ്ങൾ. പക്ഷേ എനിക്ക് തോന്നുന്നു അവസാനത്തെ സെക്കൻഡിൽ മാത്രം വിജയെ നിർണ്ണയിക്കാൻ കഴിയുന്ന ഒന്നായി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന് തോന്നുന്നു. ഇനി വല്ല ടിസ്റ്റുകൾ പ്രതീക്ഷിക്കേണ്ടതെന്നാണ്. നമ്മളിപ്പോൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ മുതൽ വിവാദങ്ങളാണ്. സ്ഥാനാർത്ഥി നിർണയത്തിൽ വരുന്നു, സരിനെ കോൺഗ്രസിൽ നിന്നും ചാർജ് CPMലേക്ക് കൊണ്ടുവരുന്നു, പെട്ടി വിവാദം വരുന്നു, വ്യാജ തിരിച്ചറിയൽ കാർഡ് സംബന്ധിച്ച വിവാദങ്ങൾ വരുന്നു. അതുപോലെ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവരം ഒരുപാട് ദിവസവും CPM രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വിവാദങ്ങൾ കൊണ്ടുവരുന്നു. ഏറ്റവും അവസാനം പെട്ടി വിവാദം, ഇപ്പോൾ തിരിച്ചറിയൽ കാർഡിലും അതുപോലെ തന്നെ വോട്ടർ പട്ടികയിലെ ഇരട്ട വോട്ട്, അതുപോലെ തന്നെ വ്യാജ വോട്ട് എന്നുള്ള വിവാദങ്ങൾ വരുന്നു. അങ്ങനെ ദിവസേന എന്നോണം വിവാദങ്ങൾ വന്നുണ്ട്. അപ്പോൾ ആ വിവാദങ്ങളെല്ലാം തന്നെ എവിടെ എത്തും എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഒരുപക്ഷെ നമുക്ക് കാണാൻ കഴിയാത്ത, സാധാരണ കഴിഞ്ഞ തവണ 2021 ഈ സീസൺ മത്സരം സംബന്ധിച്ച് പ്രധാനമന്ത്രി വരുന്നു, BJPയുടെ വലിയ പ്രചാരണ കോലാഹലം വരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനെ ഒരു പ്രചാരണ കോലാഹലം കാണുന്ന